നമസ്കാരം. അപ്പോ സിനിമാ മേഖലയിൽ ഒത്തിരി പൊതുവേദികളിൽ ഒത്തിരി അധിക്ഷേപങ്ങൾ കണ്ടു മറന്നവരാണ് ഞാനടക്കം ഒത്തിരി പ്രേക്ഷകരും. തീർച്ചയായിട്ടും ഈ അവസാന നിമിഷത്തിൽ നമ്മൾ അധിക്ഷേപിക്കുന്നത് കണ്ടത് ആസിഫ് അലി, രമേശ് നാരായൺ. തീർച്ചയായിട്ടും അതൊരു വലിയൊരു വിവാദമായ ഒരു പൊതുവേദിയായിരുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് ചുരുക്കുന്നതല്ല. തീർച്ചയായിട്ടും അതിപ്പോഴും ആളി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം തന്നെയാണ്. ആസിഫ് അലി എന്ന് പറയുന്ന നല്ലൊരു ആക്ടറെ പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിച്ചിരിക്കുന്ന ഒരു രംഗങ്ങൾ നമ്മൾ ഡയറക്ട്ലി നാലാംഗിളുകളിൽ നിന്നും ശ്രദ്ധിച്ചാലും മനസ്സിലാവും ആരെ അധിക്ഷേപിച്ചതെന്ന്. അപ്പൊ ആരും ആരെ കുറിച്ച് ന്യായം പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യം. അപ്പൊ ഇപ്പൊ ഒരു വീഡിയോ വരാനുള്ള കാരണം 2014 AR റഹ്മാൻ പ്ലസ് സൽമാൻ ഖാൻ ഇവര് തമ്മിലൊരു കോട്ടിയുണ്ടായി. അത് പൊതുവേദിയിൽ വെച്ച് ഓസ്കാർ ജേതാവായ AR റഹ്മാൻ, ലെജൻഡായ AR റഹ്മാൻ, അതിനോടൊപ്പം തന്നെ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറും ഗുഡാണ്. ലോക പ്രേക്ഷകർക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിൽ ഒരാളാണ് സൽമാൻ ഖാനും. അതോടൊപ്പം തന്നെ ലെജൻഡായ AR റഹ്മാനെ ഒട്ടും തന്നെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് 100 വോൾട്ടേജിൽ പറയാനുള്ളത്. അതായത് സിനിമാ ഇൻഡസ്ട്രിയിൽ രണ്ടുപേരും കട്ടയ്ക്കെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഓസ്കാർ ജേതാവായ AR റഹ്മാന്റെ ഒരു സ്ഥലം വേറെ തന്നെയാണ്. അദ്ദേഹത്തെ ഉയർത്തി പറയുന്നതല്ല. സൽമാൻ ഖാൻ ഏത് ലെവലാണെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ സാധിക്കില്ല. എന്നാലും അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. ഒത്തിരി നല്ല നല്ല സിനിമകൾ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ കൂടുതലാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ ടാലന്റ്. അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു 2014 ഒരു പൊതുവേദിയിൽ വെച്ച് അവറേജ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് സൽമാൻ ഖാൻ അദ്ദേഹത്തെ AR റഹ്മാനെ അധിക്ഷേപിക്കുന്ന ഒരു രംഗം ഇപ്പോഴും യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രേക്ഷകർ റെഫർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. AR റഹ്മാനെ ഡയറക്ട്ലി നേരിട്ട് പൊതുവേദിയിൽ വെച്ച് അധിക്ഷേപിക്കുന്ന ഒരു രംഗമുണ്ട്. വെറും അവറേജ് മ്യൂസിക് ഡയറക്ടറാണ് ഈ AR റഹ്മാൻ എന്ന് മുഖത്ത് നോക്കിയാണ് പ്രേക്ഷകരുടെ കാതിൽ AR റഹ്മാന്റെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. അതിനുശേഷം ആ ഒരു വേദിയിൽ വെച്ചിട്ട് സൽമാൻ ഖാൻ AR റഹ്മാൻ കൈ കൊടുക്കുന്നതിന് പല ശ്രമങ്ങളും നടത്തിയെങ്കിലും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് കൈ പിൻവലിക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു മാന്യതയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു പൊതുവേദിക്ക് മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് AR റഹ്മാൻ. കാരണം ഒത്തിരി കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ആ ഒരു മാന്യത ആ ഒരു പൊതുവേദിയിൽ സൽമാൻ ഖാൻ കൊടുത്തത്. വേറെ പലരും ആയിരുന്നെങ്കിൽ അത് ശരിക്കും ഓൺ ദ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചാനെ. പക്ഷെ അദ്ദേഹം അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ച് അധിക്ഷേപിക്കുന്ന ഒരു രംഗങ്ങളും ക്രിയേറ്റ് ചെയ്തില്ല. അതിനുശേഷം ഒത്തിരി സമയങ്ങൾക്ക് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ കുറെ മണിക്കൂറുകൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു അഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ ഈ ഒരു അധിക്ഷേപത്തെ കുറിച്ച് ഒരു ചോദ്യം ഉയർന്നപ്പോൾ AR റഹ്മാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. AR റഹ്മാൻ ചോദിച്ച ചോദ്യം ഇതാണ്: സൽമാൻ ഖാന്റെ സിനിമയിലേക്ക് ഇനി മ്യൂസിക് ചെയ്യില്ലേ എന്നുള്ളൊരു ക്വസ്റ്റിന് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഉത്തരം കൊടുത്തു. സൽമാൻ ഖാൻ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ ചെയ്ത് കാണിക്കട്ടെ, അന്നേരം ഞാൻ മ്യൂസിക് ചെയ്യാം. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞ മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തു എന്ന് തന്നെ വേണം പറയാൻ. ഇങ്ങോട്ട് അധിക്ഷേപിച്ചെങ്കിലും തിരിച്ച് അധിക്ഷേപിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ. തീർച്ചയായിട്ടും ഇപ്പോഴും റെസ്പെക്റ്റ് ആണ്. കോടാനുകോടി പ്രേക്ഷകർക്ക് അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് ഇപ്പോഴും നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പൊതുവേദിയിൽ വെച്ചും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നത് വളരെയധികം തെറ്റാണ് എന്നുള്ള കാര്യം ഞാനടക്കമുള്ള ലോകത്തുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാം. തീർച്ചയായിട്ടും ഒത്തിരി അധിക്ഷേപങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, സിനിമാ മേഖലയിലായാലും മറ്റുള്ള മേഖലകളിലായാലും. പക്ഷേ അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായ രീതിയിലാണ് ഈ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഓസ്കാറിന് ശേഷമാണെന്ന് ആലോചിക്കണം. ഓസ്കാറിന് ശേഷം ഈ പറയുന്ന മ്യൂസിക് ഡയറക്ടറായ ലെജൻഡായ AR റഹ്മാനെ അവറേജ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ AR റഹ്മാൻ അല്ലാതെ കൊള്ളണത് അദ്ദേഹത്തിനെ ഒത്തിരി കാലമായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ ചങ്കിലാണ് കൊണ്ടത്. അതിനുശേഷം ഒത്തിരി പ്രതികരണങ്ങളാണ് യൂട്യൂബ് വഴി മീഡിയാസ് വഴി ഇഷ്ടംമാതിരി പ്രതികരണങ്ങളാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അന്താക്ഷരി പോലെ വന്നുകൊണ്ടിരുന്നത്. ശരിക്കും സൽമാൻ ഖാനെതിരെയായിരുന്നു ഒരു 100 വോൾട്ടേജിൽ അധികം കമന്റ്സും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കാണിച്ച ഒരു മാന്യത, ആ ഒരു പൊതുവേദിയോടുള്ള ഒരു മാന്യത, അതുകൊണ്ട് അദ്ദേഹത്തോട് ഇപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കമന്റ്സിൽ അധികവും വന്നിരിക്കുന്നത് സൽമാൻ ഖാൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെതിരെയാണ് കൂടുതലും കമന്റ്സുകൾ വന്നിരിക്കുന്നത്. ഇതിലൊരു മൂല്യവത്തായ ഒരു കമന്റ് ഞാൻ വായിച്ചു. അധികം മസലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു മനസ്സും നല്ലൊരു തലച്ചോറും ഉണ്ടായാൽ മാത്രമേ സമൂഹത്തെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു കാര്യം
ഒരു പ്രേക്ഷകൻ ഹൃദയത്തിൽ തട്ടിപ്പറഞ്ഞിരിക്കുന്ന ഒരു കമന്റാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷകരടക്കം സ്വീകരിക്കേണ്ട നല്ലൊരു കമന്റാണ്. 100 വോൾട്ടേജിൽ പറയാം. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒത്തിരി കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്നും സ്വപ്നത്തിന്റെ തോണി തുഴഞ്ഞു വന്നൊരു മാന്യതയുടെ പ്രതിരൂപമാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ടാലന്റുള്ള ലെജൻഡ്. തീർച്ചയായിട്ടും കോടാനുകൂടി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെ ഇത്രയും തരം താഴ്ത്തി പറയുവാനേ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നതല്ല. ഈ ലോകത്തെ മ്യൂസിക്, അതായത് സംഗീതത്തെ പ്രണയിക്കുന്ന കോടാനുകൂടി പ്രേക്ഷകർ പറയുന്ന ഒരു പോയിന്റാണ്. ഞാനും ഒരു സൽമാൻ ഖാന്റെ ഒരു കട്ട ഫാനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തരം താഴ്ത്തിയൊന്നും പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു പൊതുവേദിയിലുണ്ടായ അധിക്ഷേപത്തെ ഒരിക്കലും യോജിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് AR റഹ്മാനെ ഈ പറയുന്ന സൽമാൻ ഖാൻ എന്ന് പറയുന്ന ആ ഒരു മുസൽമാൻ ഖാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോഴും ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണെന്നുള്ളത്, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണേ. ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം, ഈ ഒരു അധിക്ഷേപം നടന്നതിന് ശേഷം 2020 AR റഹ്മാൻ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. ആ അഭിമുഖത്തിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെ ഒത്തിരി മാഫിയാസിന്റെ ഉപദ്രവകരമായ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഒത്തിരി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള പല ശ്രമങ്ങളും മാഫിയാസ് നടത്തിയിട്ടുണ്ട്. ആ സിനിമ ഇൻഡസ്ട്രിയിലുള്ള മാഫിയകൾ നടത്തി എന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ ഉണ്ടെന്നാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് തുറന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിന് മുന്നും മലയാളിയായ യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയ ഗായകനെ വരെ ഈ ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ മാഫിയാസ് ലോക്ക് ചെയ്ത ഒരു കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് മറന്നു പോകുന്ന കാര്യമല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, ലെജൻഡായി യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു ഗാനഗന്ധർവനെ എങ്ങനെ തഴഞ്ഞാലും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് മുന്നിൽ കൈകൂപ്പി നിന്നവരാണ് ഈ ഹിന്ദി സിനിമ ഇൻഡസ്ട്രി എന്ന് ആലോചിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം ഹിന്ദിയിൽ ആലപിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ഗാനങ്ങളും 100 വോൾട്ടേജിൽ പറയാം സൂപ്പർ ഹിറ്റാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിവുള്ള ഒരു കലാകാരനെ എത്ര മാഫിയ ശ്രമിച്ചാലും തഴഞ്ഞിടാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഡയറക്ട്ലി നമ്മൾക്ക് നേരിൽ കണ്ടറിഞ്ഞതാണ്, കേട്ടറിഞ്ഞതാണ്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡും യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിനെയും ഒരിക്കലും ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. എത്ര മാഫിയകൾ കളിച്ചാലും, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും യേശുദാസ് എന്ന് പറയുന്ന ആ ഒരു ഗാനഗന്ധർവന്റെ ശബ്ദത്തിന്റെ മാധുര്യം ഇപ്പോഴും 18 വയസ്സാണ്. അത് ഞാനടക്കം ലോക പ്രേക്ഷകർക്ക് അഭിമാനാർഹാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതേപോലുള്ള ലെജൻഡിനെയൊക്കെയാണ് ഈ പറയുന്ന ഹിന്ദി സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ്, ആ ഒരു തലത്തിൽ തന്നെയാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിക്കിന്റെ കിങ്. ശരിക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഏത് ഭാഷയായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ കൈവിരലുകളിൽ നിന്നും അടർന്നു വീണ സംഗീതം അത് പോരെ. എത്ര കാലഘട്ടം കഴിഞ്ഞാലും മറഞ്ഞു പോകാതെ ഹൃദയത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന, സൗന്ദര്യത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന, സംഗീതത്തിൽ സൗന്ദര്യത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന ആ ഒരു മ്യൂസിഷ്യനെ എന്തിനാണിങ്ങനെ അധിക്ഷേപിക്കുന്നത്? അതിനുള്ള യോഗ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.